fiber optical communication. All questions. First question, what is the standard range of optical fiber cable diameter in mm? ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഡയമീറ്റർ mmലുള്ള ഡയമീറ്റർ എത്രയാണെന്നുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് 0.25 mm to 0.5 mm, അതായത് ഓപ്ഷൻ സി ആണ് വരുന്നത് 0.25 mm to 0.5 mm. Next question, what is the full form of the abbreviation of PPM? PPMൻ്റെ ഫുൾ ഫോം എന്താണ്? PPMൻ്റെ ഫുൾ ഫോം പൾസ് പൊസിഷൻ മോഡുലേഷൻ. ഓപ്ഷൻ ഡി പൾസ് പൊസിഷൻ മോഡുലേഷൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ് സ്പെക്ട്രം? ഒരു വിസിബിൾ ലൈറ്റ് സ്പെക്ട്രത്തിൻ്റെ വേവ് ലെങ്ത് എത്രയാണെന്നുള്ളത്. ഇവിടെ ഓപ്ഷൻ സി ആണ് എന്താണ് 380 മുതൽ 750 വരെ നാനോമീറ്റർ. 380 to 750 നാനോമീറ്ററാണ് ഒരു വേവ് ലെങ്ത്തിൻ്റെ വിസിബിൾ ലൈറ്റ് സ്പെക്ട്രത്തിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ കോർ ഡയമീറ്റർ സൈസ് ഓഫ് സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ? സിംഗിൾ മോഡ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കോർ സൈസ് എത്രയാണെന്നുള്ളത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് 3.5 into 10⁻⁻4 ഇഞ്ച്. 3.5 into 10⁻⁻4 ഇഞ്ചാണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കോർ ഡയമീറ്റർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് പാർട്ട് മാർക്കഡ് എക്സ് ഇൻ ദ മൾട്ടിമോഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ? മൾട്ടിമോഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലെ എക്സ് എന്ന് പറയുന്ന ഭാഗം ഏതാണെന്ന്. ഇവിടെ എക്സ് എന്ന് പറയുന്ന ഭാഗം എന്താണ്? കോറാണ്. ഫസ്റ്റ് ഭാഗം കോറാണ് എക്സ് എന്ന് പറയുന്ന ഭാഗം. കോറ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ലൈറ്റ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദി അബ്രിവിയേഷൻ OTDR? എന്താണ് OTDRൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ഇവിടെ OTDRൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ടൈം ഡൊമൈൻ റിസോൾവ്സ്. ഒപ്റ്റിക്കൽ ടൈം ഡൊമൈൻ റിഫ്ലക്റ്റോമീറ്റർ എന്ന് പറയുന്നതാണ് എന്ത്? ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഒപ്റ്റിക്കൽ ടൈം ഡൊമൈൻ റിഫ്ലക്റ്റോമീറ്റർ. നെക്സ്റ്റ്, വിച്ച് കളർ ഈസ് കോട്ടഡ് ഓൺ ദി ഔട്ടർ ജാക്കറ്റ് ഓഫ് ഫൈബർ ഒപ്റ്റിക് കേബിൾ ടു ഐഡൻറ്റിഫൈ ദി സിംഗിൾ മോഡ് ആപ്ലിക്കേഷൻ? സിംഗിൾ മോഡ് ആപ്ലിക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കളറാണ് എൻ്റെ ഔട്ടർ ജാക്കറ്റിൽ കൊടുക്കുന്നതെന്ന്. ഇവിടെ ഏതാണ്? യെല്ലോ ആണ്. ഓപ്ഷൻ സി ആണ് എന്ത്? യെല്ലോ. വാട്ട് ഈസ് ദി ഫ്രീക്വൻസി ഓഫ് സൈൻ വേവ് സിഗ്നൽ ടേക്കൺ ഫ്രം ദ ഫങ്ഷൻ ജനറേറ്റർ ടു യൂസ് OFC ട്രെയിനർ കിറ്റ്? OFC ട്രെയിനർ കിറ്റിൽ നിന്ന് കിട്ടുന്ന സൈൻ വേവിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന്. ഇവിടെ എത്രയാണ്? 1 kHz ആണ്. ഓപ്ഷൻ എ എന്താണ്? 1 kHz ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സൈൻ വേവിൻ്റെ ഫ്രീക്വൻസി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ബൗൺസിങ് ബാക്ക് എഫക്റ്റ് ഓഫ് ലൈറ്റ് റേസ് ഫ്രം ദി ഷൈനി സർഫസ്? അതായത് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ ഷൈനി സർഫസിൽ തട്ടി ലൈറ്റ് തിരിച്ചു വരുന്ന ആ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേര് എന്താണ്? ഇവിടെ പറയുന്ന പേര് റിഫ്ലക്ഷൻ. ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്ന നമ്മൾ എന്ത് പറയും? റിഫ്ലക്ഷൻ. ഓപ്ഷൻ സി റിഫ്ലക്ഷൻ ആണ് കേട്ടോ. വിച്ച് പാരാമീറ്റർ മേക്സ് ദ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പെർഫെക്റ്റ് ചോയ്സ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ബ്രോഡ്ബാൻഡ് സിഗ്നൽ? ഏത് പാരാമീറ്ററിനനുസരിച്ചാണ് നമ്മളൊരു ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ ബ്രോഡ്ബാൻഡ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളത്? ഏതാണ്? വൈഡർ ബാൻഡ് വിഡ്ത്ത്. ഓപ്ഷൻ ബി ആണ് വൈഡർ ബാൻഡ് വിഡ്ത്ത്. ഇവിടെ ഓപ്ഷൻസ് ടിക്ക് ചെയ്യുന്ന സമയത്ത് അത് കാണില്ല. അതിന് വേണ്ടിയിട്ടാണ് ബി എന്ന് എഴുതി കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റിഫ്ലക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാക്വം? വാക്വത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്ന്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ് വാക്വം. ശൂന്യതയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1. വാട്ട് ഈസ് ദ ബേസിക്സ് ഫോർ ദ സെലക്ഷൻ ഓഫ് LED ഓർ ലേസർ ഡയോഡ് ആസ് ദ ലൈറ്റ് സോഴ്സ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ?
എന്ത് ബേസ് ചെയ്തിട്ടാണ്? ഒരു LED അല്ലെങ്കിൽ ഒരു ലേസർ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ വർക്ക് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ. Which electronic device is used to convert the signal at receiving terminal of fiber optic communication channel? ഒരു ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ചാനലിൽ നമ്മൾ എന്താണ് അതിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്ന്, റിസീവിങ് എൻഡിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ് പറയുന്നത്. ഏതാണ്? ഫോട്ടോ ഡിറ്റക്ടറാണ്. കാരണം അവിടെ ലൈറ്റ് വരുന്നതാണ് ഫോട്ടോ ഡിറ്റക്ടർ. ഓപ്ഷൻ സി ആണ് ഫോട്ടോ ഡിറ്റക്ടർ. നെക്സ്റ്റ്, വിച്ച് ലൈറ്റ് സോഴ്സ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഇലക്ട്രിക് സിഗ്നൽ ഇൻ ദ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ? ഏത് സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ലൈറ്റ് സിഗ്നൽ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഏതായിരിക്കും? ഇവിടെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ഓപ്ഷൻ ഡി, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ ബൈ മീൻസ് ഓഫ് ലൈറ്റ് പൾസസ്? ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഫർമേഷനെ ലൈറ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന്? ഏതായിരിക്കും? ഓപ്ഷൻ ഡി, ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ അല്ലേ? ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പാർട്ട് മാർക്ക്ഡ് ഇൻ എക്സ്? ഇതിവിടെ കാണിച്ചിരിക്കുന്നതിൽ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത ഭാഗം ഏതാണെന്ന്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത ഭാഗം ഏതാണ്? ഇവിടെ എന്താണ്? ബഫർ ജാക്കറ്റാണ്. ഓപ്ഷൻ സി, ബഫർ ജാക്കറ്റാണ് ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും എൻഡിൽ കോറുണ്ട്, പിന്നെ വരുന്നതാണ് എന്ത്? ബഫർ ജാക്കറ്റ്. ഇവിടെ നാലാമത്തെ ലെയറായിട്ട് കാണിക്കുന്നത് ബഫർ ജാക്കറ്റാണ്. വിച്ച് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് യൂസ്ഡ് ടു ക്യാരി ടെലിഫോൺ ആൻഡ് ടെലിവിഷൻ സിഗ്നൽ? ടെലിഫോൺ അല്ലെങ്കിൽ ടെലിവിഷൻ സിഗ്നൽസിനെ ക്യാരി ചെയ്യാൻ ഏത് തരത്തിലുള്ള ഒപ്റ്റിക്കൽ ഫൈബേഴ്സാണ് ഉപയോഗിക്കുന്നത്? ഏത് തരത്തിലാണ്? സിംഗിൾ മോഡ് ഫൈബർ. ഓപ്ഷൻ എ ആണ് സിംഗിൾ മോഡ് ഫൈബറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിംഗിൾ മോഡ് ഫൈബേഴ്സാണ് നമ്മൾ ടെലിഫോൺ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഫൈബർ ഒപ്റ്റിക് എന്ന് പറയുന്നത്. വിച്ച് എക്യുപ്മെൻറ്റ് ഈസ് നെസസറി ഫോർ ദി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സർവീസിങ്? കേബിൾ ഏത് എക്യുപ്മെൻ്റാണ് നമ്മൾ എന്താ പറയുക ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്? അത് സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് പേരെന്താണെന്ന്. എക്യുപ്മെൻ്റ് പേരെന്താണ്? ഫ്യൂഷൻ സ്പ്ലൈസർ. എന്താണ്? ഓപ്ഷൻ സി ആണ് ഫ്യൂഷൻ സ്പ്ലൈസർ ആണ് കേട്ടോ. ഓപ്ഷൻ സി, ഫ്യൂഷൻ സ്പ്ലൈസർ. വിച്ച് മോഡ് ദ സിഗ്നൽ വേവ് ട്രാവൽസ് ത്രൂ ദി ഒപ്റ്റിക്കൽ ഫൈബർ? ഏത് മോഡിലാണ് സിഗ്നൽ വേവ് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ ട്രാവൽ ചെയ്യുന്നത്? ആ ട്രാവൽ ചെയ്യുന്നതിൻ്റെ പേരെന്താണെന്നാണ്. ആ പേരിൻ്റെ പറയുന്നത് ട്രാൻസ്വേഴ്സ് മോഡ്. ട്രാൻസ്വേഴ്സ് മോഡ്. ഓപ്ഷൻ എ ആണ് ട്രാൻസ്വേഴ്സ് മോഡാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, വിച്ച് ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഫൈബർ ഒപ്റ്റിക് ഏത് തരത്തിലുള്ളതാണെന്ന്. ഏതാണ് നമ്മൾ ഏത് തരത്തിലുള്ള അവിടെ സിംഗിൾ മോഡ്, മൾട്ടി മോഡൊക്കെ നമ്മൾ സ്റ്റെപ്പ് ഇൻഡെക്സ് മോഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറാണ്. ഓപ്ഷൻ ഡി ആണ് ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബറാണ് എന്തിന് ഉപയോഗിക്കുന്നത്? ലാൻ കണക്ഷൻ, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് കണക്ഷനിൽ ഉപയോഗിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് ജോയിനിങ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ഫോർ ഫൈബർ ഒപ്റ്റിക് കേബിൾസ്? ഏത് തരത്തിലുള്ള ജോയിനിങ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഫൈബർ ഒപ്റ്റിക് കേബിൾസിൽ ഉപയോഗിക്കുന്നത്? ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഫ്യൂഷൻ ടെക്നിക് അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്യൂഷൻ സ്പ്ലൈസർ പറഞ്ഞു. അതേപോലെ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണ് ഫ്യൂഷൻ സ്പ്ലൈസർ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണിത് ഫ്യൂഷൻ ടെക്നിക്ക്. വിച്ച് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ ദ വേവ് ഗൈഡ് ഡിസ്പെഷൻ? ഏത് സർക്യൂട്ടാണ് വേവ് ഗൈഡ് ഡിസ്പെഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ഇവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്? ഒപ്റ്റിക്കൽ ഫൈബർ സർക്യൂട്ട്. ഓപ്ഷൻ സി ആണ് ഒപ്റ്റിക്കൽ ഫൈബർ സർക്യൂട്ട്. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ആസ് ദ ലൈറ്റ് സോഴ്സ് ഫോർ
ലോങ് ഡിസ്റ്റൻസ് ആൻഡ് ഹൈ ഡാറ്റ റേറ്റ് ആപ്ലിക്കേഷൻ ഇൻ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ. ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനിൽ ലോങ് ഡിസ്റ്റൻസ് ഡാറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? ഇവിടെ ഉപയോഗിക്കുന്ന ഡിവൈസ് ലേസർ ഡയോഡാണ്. ഓപ്ഷൻ സി ലേസർ ഡയോഡ്. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ആസ് ദ ലൈറ്റ് സോഴ്സ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് ആൻഡ് ലോ ഡാറ്റ റേറ്റ് ആപ്ലിക്കേഷൻ ഇൻ ഫൈബർ? അപ്പോൾ ലോങ് ഡിസ്റ്റൻസും ഹൈ ഡാറ്റ റേറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് ലേസർ ഡയോഡും, ഷോർട്ട് ഡിസ്റ്റൻസിൽ ലോ ഡാറ്റ റേറ്റിൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതായത് കുറഞ്ഞ ഡിസ്റ്റൻസിൽ കുറഞ്ഞ റേറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുമെങ്കിൽ LED-യും, കൂടുതൽ ദൂരം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലേസറും ആണ് ഉപയോഗിക്കുന്നത്. വിച്ച് ടെക്നോളജി ഹാസ് റീപ്ലേസ്ഡ് ടു കോപ്പർ വയർ ഇൻ ദ കോർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്? ഏത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്? എന്താണ് കോപ്പർ വയർ ഉപയോഗിച്ചത് ഒഴിവാക്കി നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? അതറിയാം നമുക്ക്. ഏതാണ് ഉപയോഗിക്കുന്നുള്ളത്? ഒപ്റ്റിക്കൽ ഫൈബർ അല്ലേ. ഇപ്പോൾ എല്ലാ ഇതിലും നമ്മൾ എന്ത് ചെയ്തു? കോപ്പറൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചു. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓൺ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് ലൈറ്റ് ഈസ് മെയ്ഡ് ഗ്രേറ്റർ ദാൻ ദി ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ്? ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഓഫ് ലൈറ്റ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിളേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ ഒക്കേഴ്സ്. ഓപ്ഷൻ ബി ആണ് റിഫ്ലക്ഷൻ ഒക്കേഴ്സ്. അതായത് എന്താണ് അവിടെ ഉണ്ടായിരുന്ന ഇൻസിഡൻറ്റ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ നടക്കും, അതായത് പ്രതിഫലനം നടക്കും. അതാണ് നമ്മൾ ഏതിലുപയോഗിക്കുന്നത്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ പ്രിൻസിപ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലോസ് ഒക്കോറിങ് ഡ്യൂ ടു ദി ബെൻഡ് ഓഫ് ഇൻഫിനിറ്റ് റേഡിയസ് ഇൻ ദ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ? അതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അവിടെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആ ലോസിനെ പറയുന്ന പേരെന്താണെന്ന്? ലോസിനെ പറയുന്ന പേരെന്താണ്? റേഡിയേറ്റീവ് ലോസ്. അവിടെ ഉണ്ടാകുന്ന, അതായത് ആ ബെൻഡ് നടക്കുന്ന സമയത്ത് ലൈറ്റ് റേസ് ഒരു സർഫസ് തട്ടിയ ബെൻഡ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ലോസ് എന്ന് പറഞ്ഞാൽ റേഡിയേറ്റീവ് ലോസ് ആണ്. വിച്ച് ലോസ് ഈസ് റിലേറ്റഡ് ടു ദ ഫൈബർ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ? ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന ആ ലോസ് എന്ന് പറയുന്നത് ഏതാണ്? ലോസ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ. ഓപ്ഷൻ എ അബ്സോർപ്ഷൻ.